Welcome to the new video class of Operations Management. Today I am going to give you an idea about the remaining session of historical evolution of Operations Management or history of Operations Management. In last class we discussed about the 5 points under history of Operations Management, that is the Industrial Revolution, introduction of scientific management, the human relation movement, then the management science, and the introduction of computer age. So today I am going to give you the other 5 points. So the 6th point is just in time. Just in time, JIT എന്ന് പറയും, ഷോർട്ടായിട്ട്. അതായത് ഹിസ്റ്ററി, അതായത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയിലെ 6th പോയിൻ്റാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ഉത്ഭവത്തിൽ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പേര് സൂചിപ്പിക്കുന്നതിനെ പോലെ തന്നെ ആ ഒരു കറക്റ്റ് ടൈമിൽ, അതായത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രം, അങ്ങനെയുള്ളൊരു മീനിങ്. ഓക്കെ, സോ ജസ്റ്റ് ഇൻ ടൈം ഈസ് എ മേജർ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഫിലോസഫി ഡെവലപ്ഡ് ഇൻ ജപ്പാൻ ഇൻ ദി 1980s. അതായത് 1980 കാലഘട്ടങ്ങളിൽ ജപ്പാനിൽ ഡെവലപ്പ് ചെയ്ത ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ് നമ്മുടെ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്, JIT എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു അച്ചീവ് ഹൈ വോളിയം ഓഫ് പ്രൊഡക്ഷൻ യൂസിങ് മിനിമം എമൗണ്ട് ഓഫ് ഇൻവെൻട്രി. അതായത് ഏറ്റവും കുറഞ്ഞ അളവിൽ ഇൻവെൻട്രി റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ടിട്ട് എങ്ങനെ ഒരു ഹൈ ലെവൽ ഓഫ് ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഹൈ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് എങ്ങനെ കാഴ്ചവെക്കാൻ സാധിക്കും, അതിനു വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു ഫിലോസഫിയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കൺസെപ്റ്റാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. സോ ഈ ജസ്റ്റ് ഇൻ ടൈമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മിനിമം എമൗണ്ട് ഓഫ് ഇൻവെൻട്രി യൂസ് ചെയ്തുകൊണ്ട്, ഏറ്റവും കുറഞ്ഞ അളവിൽ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, it is applied in manufacturing industries, which involves having the right item of the right quality and quantity in the right place and at the right time. ഇത് നമ്മൾ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് മെയിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. കാരണം ഇത് ഇൻവെൻട്രിയുമായി റിലേറ്റ് ചെയ്ത കൺസെപ്റ്റാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ഐറ്റം അറ്റ് ദി റൈറ്റ് ക്വാളിറ്റി ആൻഡ് അറ്റ് ദി റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് ദി റൈറ്റ് ടൈം. അതായത് കറക്റ്റ് സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും ക്വാളിറ്റിയോട് കൂടി ആ ക്വാണ്ടിറ്റി അവൈലബിൾ ആക്കുക, അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ജസ്റ്റ് ഇൻ ടൈം. അതായത് ഈ ഒരു സമയത്ത് നമുക്ക് എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് മാത്രം ഈ സമയത്ത് അവൈലബിൾ ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജസ്റ്റ് ഇൻ ടൈം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, so it helps to obtaining the highest level of usage out of the limited resources available. സോ നമുക്ക് ഈ ഒരു കൺസെപ്റ്റിലൂടെ നമുക്ക് എന്ത് എൻഷുർ ചെയ്യാം, ഹയസ്റ്റ് ലെവൽ ഓഫ് യൂസേജ്, നമുക്ക് ഏറ്റവും മാക്സിമം ലെവലിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ദ അവൈലബിൾ ലിമിറ്റഡ് റിസോഴ്സസ്, നമുക്ക് സ്കേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ലിമിറ്റഡ് റിസോഴ്സസിനെ ഏറ്റവും ഹയസ്റ്റ് രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ലെവലിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഈ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് അലോസ് എ റിഡക്ഷൻ ഇൻ റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോസസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻട്രീസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതാത് സമയങ്ങളിൽ വേണ്ടത് മാത്രം ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കുറയും, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അവിടെ വേസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല അല്ലേ. സോ നമുക്ക് റോ മെറ്റീരിയൽസ്
ബന്ധപ്പെട്ടുള്ള റിഡക്ഷൻ സംഭവിക്കും. പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള റിഡക്ഷൻ വരും. ഫിനിഷ്ഡ് ഗുഡ്സുമായി ബന്ധപ്പെട്ട് ബാക്കി വരുന്ന റിസോഴ്സസിലുള്ള റിഡക്ഷൻ വരും. ഇങ്ങനെയൊക്കെ നമുക്കൊരു റിഡക്ഷൻ വരുത്താൻ അതിലൊക്കെ നമുക്ക് അതിൻ്റെ ഒക്കെ ഒരു എമൗണ്ടിൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ റിഡക്ഷൻ വരുത്താൻ നമുക്ക് ജസ്റ്റ് ഇൻ ടൈമിലൂടെ നമുക്ക് പോസിബിളാണ്. So, reducing waste and using materials and resources in the most efficient manner is possible with the help of JIT. സോ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്ത് പറയാം, നമ്മുടെ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ് മാക്സിമം റെഡ്യൂസ് ചെയ്യാനും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാനും നമുക്ക് ഈ ജസ്റ്റ് ഇൻ ടൈം JITയിലൂടെ പോസിബിളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ ഹിസ്റ്ററിയിൽ വന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ഒരു പോയിൻ്റാണ് ജസ്റ്റ് ഇൻ ടൈമിൻ്റെ ഇൻട്രൊഡക്ഷൻ JIT. ഓക്കെ, ഈ കൺസെപ്റ്റ് ആദ്യമായിട്ട് ജപ്പാനിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1980s കാലഘട്ടങ്ങളിലാണ് ഇത് വന്നത്. ജസ്റ്റ് ഇൻ ടൈം, അതായത് ആ പെർട്ടിക്കുലർ ടൈമിൽ എന്താണോ വേണ്ടത് അത് മാത്രം അവൈലബിൾ ആക്കുക. അതായത് പ്രോപ്പർ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അതാത് റൈറ്റ് ടൈമിൽ അവൈലബിൾ ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ജസ്റ്റ് ഇൻ ടൈം. ഓക്കെ, ദെൻ 7th പോയിൻ്റ് ഈസ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, TQM. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് TQM അല്ലേ? ETM പറഞ്ഞ പേപ്പറിൽ ETMൻ്റെ ഒരു പോർഷനാണ്, അതിലുള്ള ഒരു മൊഡ്യൂളാണ് ഇത് TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഓക്കെ, അതും ഈ പറഞ്ഞതുപോലെ TQM എന്ന് പറഞ്ഞത് അതിൻ്റെ ആ ഒരു വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ടോട്ടൽ ക്വാളിറ്റി എൻഷ്വർ ചെയ്യുക. ഓക്കെ, ടോട്ടൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് TQM. TQMും ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റോള് വഹിക്കുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, TQM is the integration of all functions and processes within an organization in order to achieve continuous improvement of the quality of products and services. TQM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് ഓൾ ഫങ്ഷൻസ് ആൻഡ് പ്രോസസ്സസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ആക്ടിവിറ്റീസും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ട്? ടു അച്ചീവ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ദി ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് എൻഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ്മെൻറ്റ് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും എല്ലാ ഫങ്ഷനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഓക്കെ, അതായത് ടോട്ടലായിട്ടുള്ള ഒരു ക്വാളിറ്റി എൻഷ്വർ ചെയ്യാൻ എന്ത് ചെയ്യുക? എല്ലാ ഏരിയയും നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് കൊണ്ടുപോകുക. സോ വിത്ത് TQM എവ്രി വൺ ഇൻ ദി കമ്പനി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്ട്സ്. സോ TQMൽ എല്ലാവരും എന്താണ്? ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്, പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്ത് പറയാം? എല്ലാവരും നമ്മുടെ കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ആ ക്വാളിറ്റി എൻഷ്വർ ചെയ്യുന്നതിൽ റെസ്പോൺസിബിളാണ്, അക്കൗണ്ടബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും. കാരണം ഒരു വ്യക്തി ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്, മറിച്ച് എല്ലാവരും ആ കമ്പനിയുടെ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സാണ്. സോ നമുക്ക് പറയാം ഓർഗനൈസേഷനിലെ എല്ലാ വ്യക്തികളും അതിന് റെസ്പോൺസിബിളാണ്. അതായത് ആ ഒരു പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി എൻഷ്വർ ചെയ്യുന്നതിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൽ അവരെല്ലാവരും റെസ്പോൺസിബിളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, TQM is an ongoing process of detecting and reducing or eliminating errors. TQM എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിൽ മാത്രം നമ്മൾ നടത്തുന്ന ഒരു പ്രോസസ്സല്ല, മറിച്ച് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഓൺഗോയിങ് പ്രോസസ്സ്. അത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഓർഗനൈസേഷനിലും നടക്കുന്ന അല്ലെങ്കിൽ നടത്തപ്പെടേണ്ട ഒരു പ്രോസസ്സാണ്. കാരണം അത് നടത്തിയാൽ നമുക്ക് എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ടീമായിട്ട് വർക്ക് ചെയ്യുന്നു കമ്പനിയുടെ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട്, കമ്പനിയിലെ ക്വാളിറ്റി എൻഷ്വർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ഇങ്ങനെ എല്ലാവരും ഒരു ടീമായിട്ട് എല്ലാവരും ജോയിൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി എൻഷ്വർ ചെയ്യുക എന്നതായിരിക്കും എല്ലാവരുടെയും ലക്ഷ്യം. സോ അതിലൂടെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഡിഫക്ട്സുകൾ ഒന്ന് റെഡ്യൂസ് ചെയ്യാം, എറേഴ്സൊക്കെ എലിമിനേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ TQM
ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഇവല്യൂഷൻസ് അഥവാ അതിൻ്റെ ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്ന ഒരു കൺസെപ്റ്റാണ് എന്ന് പറയാം. ക്ലിയർ? Then 8th point is supply chain management, SCM, supply chain management. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു ഏരിയയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. നമ്മളെ ETMൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു മൊഡ്യൂളായിരുന്നു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ഒരേ കൺസെപ്റ്റ് തന്നെയാണ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് മാനേജിങ് ദി ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഇൻഫോർമേഷൻ ഫ്രം സപ്ലയേഴ്സ് ആൻഡ് ബയേഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ഓൾ ദി വേ ടു ഫൈനൽ കസ്റ്റമേഴ്സ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ എന്താ, നമ്മൾ ആ ഒരു സപ്ലൈ ചെയിനാണ് മാനേജ് ചെയ്യുന്നത്. അതായത് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന സ്റ്റേജ് മുതൽ ആ റോ മെറ്റീരിയൽസ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഫൈനൽ പ്രൊഡക്ട്സ് ആക്കി മാറ്റി അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യത്തെയും ആ ഒരു ചെയിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ നടക്കുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, സപ്ലൈയുമായിട്ട് റിലേറ്റ് ചെയ്ത ആ ഒരു ചെയിനിൻ്റെ മാനേജ്മെൻറ്റ്. സോ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം നമ്മൾ റോ മെറ്റീരിയൽസ് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ആ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കി അത് പെർട്ടിക്കുലർ കസ്റ്റമേഴ്സിൻ്റെ കൈകളിൽ എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കെയർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാം the objective is to have everyone in the chain work together to reduce overall cost and to improve quality and service delivery. അപ്പം എല്ലാവരും മീൻസ് എല്ലാ വർക്കും, അതായത് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തത് മുതൽ അത് പ്രോസസ്സ് ചെയ്ത് പ്രോഡക്റ്റ്സ് ആക്കി കസ്റ്റമേഴ്സിൻ്റെ കൈകളിൽ എത്തുന്നത് വരെയുള്ള എല്ലാ വർക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം ഈ ഒരു ചെയിനിൽ എല്ലാവരും ഒരു ടീമായിട്ടാണ്, അല്ലെങ്കിൽ വർക്കിംഗ് ടുഗദറാണ് ഈ ഒരു ടീമിൽ നടക്കുന്നത്. അങ്ങനെയാണ് നടക്കേണ്ടത്. അങ്ങനെ നടന്നാൽ എന്തൊക്കെ പോസിബിളാണ്, നമ്മുടെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ക്വാളിറ്റിയും നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റിയും സർവീസിൻ്റെ ക്വാളിറ്റിയും ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും ഇതിൻ്റെ ഭാഗമായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സായിട്ട് നമുക്ക് പറയാം എന്താണ്, നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി, നമ്മുടെ കമ്പനിയുടെ ക്വാളിറ്റി, നമ്മുടെ സർവീസിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക, നമ്മുടെ വേസ്റ്റ്, നമ്മുടെ കോസ്റ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്യുക. അതൊക്കെ നമുക്ക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽ നമുക്ക് മാനേജ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പോസിബിളാണെന്ന് പറയാം. ഓക്കെ, സോ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് റിക്വയർസ് എ ടീം അപ്രോച്ച്. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ആ ഒരു വർക്ക് ജോയിൻ ടുഗദർ ആയതിനെ കൊണ്ട് ഒരുമിച്ചായിട്ട് ജോയിൻ്റിലി ആണ് നമ്മൾ അത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറയാം ഒരു ടീം അപ്രോച്ചിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ടീമായിട്ട് വർക്ക് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ടല്ല. അപ്പോൾ എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ആ ഒരു വർക്കിന് ഒന്നും കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് റിസൾട്ട് നേടാൻ സാധിക്കും. ഓക്കെ, സോ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും ഇവല്യൂഷൻസ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുള്ള ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ്. അതായത് എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ് നമുക്കറിയാം, ബിസിനസ് എന്ന് പറയുന്നത് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം സൊസൈറ്റിയിലാണ് ബിസിനസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സൊസൈറ്റിയോട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആ ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഓണേഴ്സിനുണ്ട്. കാരണം സൊസൈറ്റിക്ക് ഹാർംഫുൾ ആയിട്ടുള്ള തരത്തിലൊന്നും നമ്മൾ വർക്ക് ചെയ്യരുത്. സൊസൈറ്റിക്ക് വല്ല പ്രശ്നങ്ങളും വല്ല റിസ്ക്കും വരുന്ന തരത്തിലൊന്നും നമ്മൾ ബിസിനസ് നടത്താൻ പറ്റില്ല. അത് നിയമമാണ്. ഓക്കെ, അതുപോലെ തന്നെ എൻവിയോൺമെൻറ്റിനെ എൻവിയോൺമെൻറ്റിൽ റിസ്ക് വരുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ. കാരണം എപ്പോഴും എൻവിയോൺമെൻറ്റിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മൈൻഡിലായിരിക്കണം നമ്മൾ ബിസിനസ് നടത്തേണ്ടത്. അപ്പോൾ പലതരത്തിലുള്ള എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ് ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്താണ്, എങ്ങനെയാണ് ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ഇവല്യൂഷൻസിൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ എന്താണ് ഇവിടെ പറയുന്നത്? ദർ ഈസ് ഇൻക്രീസിങ് എംഫസിസ് ഓൺ ദി നീഡ് ടു റെഡ്യൂസ് വേസ്റ്റ്, റീസൈക്കിൾ ആൻഡ്
ആൻഡ് റീയൂസ് പ്രോഡക്ട്സ് ആൻഡ് പാർട്സ്. ഓക്കെ, അപ്പോൾ പലതരത്തിലെ വ്യവസായങ്ങൾ നമുക്കറിയാം, ഡേ ടു ഡേ പലതരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വരികയാണ്. ഡേ ബൈ ഡേ ഓരോരോ ഇൻഡസ്ട്രീസ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും എന്താണ്, സൊസൈറ്റിക്ക് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിന് ഇതൊക്കെ എന്താണ്, ഒരു ഭീഷണി തന്നെയാണ്. കാരണം പല ബിസിനസ്സും ചില ആൾക്കാരൊന്നും അത് സൊസൈറ്റിക്ക് ഇത് ഹാംഫുൾ ആകുന്നുണ്ടോ, വല്ല പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും ഒബ്സർവ് ചെയ്യാണ്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ മാക്സിമം എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിൽ, നമ്മുടെ സൊസൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. ഒരു തരത്തിലുള്ള പൊല്യൂഷനും, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, ഇതൊക്കെ നമ്മുടെ ബിസിനസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം സൊസൈറ്റിക്ക് ഇല്ല, പബ്ലിക്കിനില്ല എന്ന് നമ്മൾ എൻഷുർ ചെയ്യാൻ നോക്കണം. അപ്പം വേസ്റ്റ്, അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ വേസ്റ്റുകൾ മാക്സിമം റെഡ്യൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, റീയൂസ് പ്രോഡക്ട്സുകളാക്കുക, അങ്ങനെയുള്ളതൊക്കെ ആകുമ്പം അതൊന്നും കൂടി ബെനിഫിറ്റഡ് ആയിരിക്കും. ഓക്കെ, സൊസൈറ്റി ഹാസ് പ്ലേസ്ഡ് ഗ്രേറ്റ് പ്രഷർ ഓൺ ബിസിനസ് ടു ഫോക്കസ് ഓൺ എയർ ആൻഡ് വാട്ടർ ക്വാളിറ്റി, വേസ്റ്റ് ഡിസ്പോസൽ ആൻഡ് അതർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. നമുക്ക് പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് സൊസൈറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ, നമ്മുടെ സറൗണ്ടിങ്സിനെ അത് ടോട്ടലി അതെന്ത് ചെയ്യും, ബാഡ്ലി എഫക്റ്റ് ചെയ്യും. സോ അതിനുള്ളൊരു സിറ്റുവേഷൻ ആക്കരുത്. നമുക്ക് വേസ്റ്റ് ഡിസ്പോസലിന് നമുക്ക് എല്ലാ കാര്യത്തിനും പ്രോപ്പറായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കണം. ഓക്കെ, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് പ്ലേസ് എ കീ റോൾ ഇൻ റീഡിസൈനിങ് പ്രോസസ്സസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ ഓർഡർ ടു മീറ്റ് ആൻഡ് എക്സീഡ് ദി എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. സോ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അതായത് എൻവയോൺമെൻറ്റിന് പ്രശ്നമൊന്നും വരുത്താണ്ട് ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റിന് ഒരു പ്രശ്നം വരാണ്ട്, നമ്മുടെ സൊസൈറ്റിക്ക് ഒരു പ്രശ്നം വരുത്താണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രോപ്പർ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പം വേറൊരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. സോ എപ്പോഴും നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുമ്പോൾ സൊസൈറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഓക്കെ, നമ്മുടെ സറൗണ്ടിങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ആ ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം മൈൻഡിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ ബിസിനസ് നടത്തേണ്ടത്. സോ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസും ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ഒന്നാണ്. ഓക്കെ, ദ ലാസ്റ്റ് പോയിൻ്റ് ഈസ് ഇലക്ട്രോണിക് കൊമേഴ്സ്, അതായത് ഇ കൊമേഴ്സ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പം എല്ലാവരും ഇ കൊമേഴ്സ് യുഗത്തിലാണ് അല്ലേ. ഇലക്ട്രോണിക് കൊമേഴ്സ്, അതായത് എന്താ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ, കണ്ടക്ടിങ് ദി കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ഇലക്ട്രോണിക് മീഡിയാസ് അല്ലെങ്കിൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് അല്ലേ. സോ എല്ലാ ബിസിനസ് മാറ്റേഴ്സും, ബയ്യിങ്ങും സെല്ലിങ്ങും എല്ലാ ബിസിനസ് മാറ്റേഴ്സും നമ്മൾ ഇലക്ട്രോണിക് മോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി കണ്ടക്ട് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാ ഫീൽഡിലും അല്ലെങ്കിൽ ഈ അടുത്തായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പായി വന്ന അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫേമസ് ആയി മാറിയ ഒരു കൊമേഴ്സാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻഫർമേഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാനും ഒക്കെ ഇ കൊമേഴ്സിലൂടെ സാധിക്കും. പലതരത്തിലുള്ള ഇ കൊമേഴ്സ് ഉണ്ട്, പല മോഡൽസ് ഓഫ് ഇ കൊമേഴ്സ് ഉണ്ട്. B2C, B2E, B2B അല്ലെ, B2G, ഇങ്ങനെ പലതരത്തിൽ, അതായത് ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു കൺസ്യൂമേഴ്സ്, ബിസിനസ് ടു എംപ്ലോയീസ്, ബിസിനസ് ടു ഗവൺമെൻറ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള മോഡൽസ് ഓഫ് ബിസിനസ് ഉണ്ട്. അപ്പം ഇ കൊമേഴ്സ് ഈ അടുത്തായിട്ട് വളരെ പെട്ടെന്ന് പ്രചാരത്തിൽ വന്ന ഒരു കൊമേഴ്സാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് അലൗഡ് കമ്പനീസ് ടു റീച്ച് മോർ കസ്റ്റമേഴ്സ് അറ്റ് എ സ്പീഡ് ഇൻഫിനിറ്റ്ലി ഫാസ്റ്റർ എവർ ബിഫോർ. അപ്പം പണ്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബിസിനസ് ഫീൽഡിൽ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നതിനുള്ള ആ ഒരു സ്പീഡിനെക്കാട്ടിലും വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് റീച്ച് ചെയ്യാൻ നമുക്ക് ഇ കൊമേഴ്സിലൂടെ സാധിക്കും. നമുക്ക് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് പാസ് ചെയ്യാനും മെസ്സേജസ് പാസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇ കൊമേഴ്സുമായി
സാധിക്കും. ഇറ്റ് ഓൾസോ ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി കട്ട് കോസ്റ്റ് ആസ് ഇറ്റ് പ്രൊവൈഡ് ഡയറക്റ്റ് ലിങ്ക്സ് ബിറ്റ്വീൻ എൻറ്റിറ്റീസ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒറ്റൊരു പ്ലേസിൽ നിന്ന് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഒരുപാട് കോസ്റ്റുകൾ, ഓപ്പറേഷണൽ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇ കൊമേഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാനും ഒക്കെ സാധിക്കും. സോ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള, വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് സ്പീഡപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ബിസിനസ് ഇ കൊമേഴ്സിൽ എത്തി നിൽക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഹിസ്റ്ററി ഓഫ് ഇ കൊമേഴ്സ്. അപ്പം എല്ലാ പോയിൻറ്റും ക്ലിയർ ആയെന്ന് തോന്നുന്നു. സോ നിങ്ങളുടെ നോട്ട്സിലും നോട്ട്ബുക്കിൽ ഇതൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യണം. നമുക്ക് എസ്സേക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ പോയിൻറ്റും ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.